നമ്മൾ മൊബൈലിൽ ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവരാണല്ലേ. ഫോട്ടോസ്, വീഡിയോസ്, ഡോക്യുമെന്റ്സ്, ചില ആപ്ലിക്കേഷനുകൾ. പക്ഷേ ഇതൊക്കെ മറ്റാരും കണ്ടുപിടിക്കരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കാറും ഉണ്ട്. എങ്ങനെ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ഇതൊക്കെ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിക്കുന്ന ചില കൂട്ടുകാരെങ്കിലും നമുക്കിടയിൽ ഉണ്ടാകും. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൽ ഒരുപാട് രഹസ്യങ്ങൾ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം, ലോക്ക് ചെയ്ത് വെക്കാം, മറ്റാർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത രൂപത്തിൽ. ഇത് പ്രത്യക്ഷത്തിൽ ഒരു നോട്ട് പാഡാണ്. നമുക്ക് പല കാര്യങ്ങളും ഇതിൽ എഴുതി സൂക്ഷിക്കാൻ സാധിക്കും. എന്നാൽ ഇതിൽ ഒരുപാട് രഹസ്യങ്ങൾ നമുക്ക് ഹൈഡ് ചെയ്ത് സൂക്ഷിക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇതെങ്ങനെയെന്നല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് മുഴുവനായിട്ട് കണ്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കാണാൻ സാധിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് ആപ്പ് എന്ന ഭാഗം ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ വോളിയം കീ ആണ് പാസ്വേഡ്. അപ്പ് ആൻഡ് ഡൗൺ കീ എത്ര പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്നു അത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ 2 പ്രാവശ്യം അപ്പ് കീയും 2 പ്രാവശ്യം ഡൗൺ കീയുമാണ് പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുന്നത്. അതിൻ്റെ ഏരോ മാർക്ക് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അത് തന്നെ നിങ്ങൾ റീ എൻ്റർ ചെയ്യുക. ഞാനിപ്പോൾ അപ്പ് കീ 2 പ്രാവശ്യവും ഡൗൺ കീ 2 പ്രാവശ്യവും കൊടുത്തു. ഇവിടെ കണ്ടിന്യൂ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തു. പാസ്വേഡ് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ബോത്ത് എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് അത് തന്നെയാണ് സെലക്ട് ആയിട്ടുള്ളത്. ഇവിടെ നെക്സ്റ്റ് കൊടുക്കാം. അതിനുശേഷം റിക്കവറിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യനും ആൻസറും ഇവിടെ എൻ്റർ ചെയ്യാം. സെലക്ട് ക്വസ്റ്റ്യൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇവിടെ തിരഞ്ഞെടുക്കുക. എന്നിട്ട് അതിന് എന്തെങ്കിലും ഒരു ആൻസർ, ഇതൊരിക്കലും മറക്കരുത്, കൃത്യമായിട്ടും ഇവിടെ ഒരു ആൻസർ കൊടുക്കുക. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം 2 പെർമിഷൻ ഇവിടെ ചോദിക്കുന്നുണ്ട്. ഗ്രാൻഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ കൊടുക്കുക. ആപ്ലിക്കേഷൻ കാണുന്ന ഭാഗത്ത് ഓഫിലായിരിക്കും ഉണ്ടാകുക. അതൊന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ആ പെർമിഷൻ ഇപ്പോൾ അലോ ആയിട്ടുണ്ടാകും. അതിനുശേഷം രണ്ടാമത്തെ ഭാഗം ഗ്രാൻഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ആപ്ലിക്കേഷൻ കാണാം, അവിടെ ഓഫിലായിരിക്കും ഉണ്ടാകുക. ഓൺ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ബാക്ക് വരാം. അതിനുശേഷം ഫിനിഷ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഇതൊരു നോട്ട് പാഡാണ്. ഇതിൽ നമുക്ക് എന്ത് കാര്യങ്ങളും എഴുതി സൂക്ഷിക്കാവുന്നതാണ്. ഓക്കെ, പല കാര്യങ്ങളും എഴുതിയിട്ട് നമുക്ക് സാധാരണ ഒരു നോട്ട് പാഡ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ നമുക്ക് ഈ ഒരു നോട്ട് പാഡും ഉപയോഗിക്കാം. ഇതിൽ നിന്നും ബാക്ക് വന്നു കഴിഞ്ഞാലും ആ ആപ്ലിക്കേഷൻ കാണുമ്പോഴും ഒക്കെ ഇതൊരു നോട്ട് പാഡ് പോലെ തന്നെയാണ് കാണുക. വീണ്ടും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ പോലെ തന്നെ ഇത് നോട്ട് പാഡാണ്. ഇതിൽ എഴുതിയ കാര്യങ്ങളൊക്കെ കാണാനും സാധിക്കും. പക്ഷേ ഇതിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യം, അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു പാസ്വേഡ് ഉണ്ടല്ലോ, വോളിയം കൺട്രോൾ, നമ്മളിപ്പോൾ 2 പ്രാവശ്യം അപ്പ് കീയും 2 പ്രാവശ്യം ഡൗൺ കീയും അത് എൻ്റർ ചെയ്യുമ്പോൾ കണ്ടോ ഇതൊരു ആപ്പ് ലോക്കായിട്ട് മാറി. ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ഹൈഡ് ചെയ്യാം. ഇവിടെ ആപ്പ് ലോക്ക് എന്ന ഈ ഒരു ടോഗിൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ പെർമിഷൻ ചോദിക്കുന്നിടത്ത് ഡോണ്ട് അലോ കൊടുത്താൽ മതി. ഓക്കെ, അത് നോട്ടിഫിക്കേഷൻ്റെ പെർമിഷനാണ്, അതൊന്നും ആവശ്യമില്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഹൈഡ് ചെയ്യേണ്ടത്? ഞാനിപ്പോൾ സെർച്ച് ബാറിൽ ഞാനിവിടെ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ക്യാമറ എന്നാണ് ഇവിടെ എഴുതുന്നത്. ഓക്കെ, ഇവിടെ ക്യാമറ വന്നു. ലോക്കിൻ്റെ ചിഹ്നത്തിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അവിടെ ഗ്രീൻ കളർ ആയിട്ടുണ്ട്. ഇവിടെ കണ്ടോ തൊട്ടിപ്പുറത്ത് ബ്ലാക്ക് എന്ന് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഓപ്ഷൻ ഉണ്ട്. ട്രാൻസ്പെറൻറ്റ്, അതുപോലെ തന്നെ കസ്റ്റം. എനിക്ക് ബ്ലാക്ക് ആണ് ഇഷ്ടപ്പെട്ടത്. കാരണം നമ്മൾ എന്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ബ്ലാക്ക് സ്ക്രീനിലേക്ക് മാറും. ഞാനിപ്പം ബ്ലാക്ക് ഇൻബിൽട്ടായിട്ട് ബ്ലാക്ക് തന്നെയാണ് ഇവിടെ ഉള്ളത്. ബ്ലാക്ക് തന്നെ തിരഞ്ഞെടുത്തു. ഇനി നമുക്ക് ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ് കാണിക്കുന്നത് നോക്കാം. ജസ്റ്റ് ഒന്ന് ക്യാമറ ഓപ്പൺ ചെയ്യാം. കണ്ടോ, ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ഇത് ബ്ലാക്ക് സ്ക്രീനിലേക്ക് മാറി. ഇവിടെ ക്യാമറ വർക്കാകുന്നുണ്ടോ ഇല്ലയോ ഒന്നും തന്നെ ഒരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇനി വോളിയം കൺട്രോൾ, നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു പാസ്വേഡ് അപ്പ് കീ 2 പ്രാവശ്യം ഡൗൺ കീ 2 പ്രാവശ്യം കണ്ടോ, അത് എൻ്റർ ചെയ്ത ഉടനെ തന്നെ ക്യാമറ വർക്കായി. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്തും ഇതുപോലെ രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ ബാക്ക് വന്നിട്ട് വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ബ്ലാക്ക് സ്ക്രീനിലേക്ക് മാറും. പിന്നെയും നമ്മൾ അതുപോലെ തന്നെ നേരത്തെ കൊടുത്ത ആ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ കൃത്യമായിട്ട് അത് ഓപ്പണായി നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ കൃത്യമായിട്ട് അതൊക്കെ വർക്ക് ആകുന്നുണ്ട്. ഇനി മറ്റൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഇതിലൂടെ ഒന്ന് ലോക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. നോട്ട് പാഡാണ് കാണുന്നത്. നേരത്തെ കൊടുത്ത പാസ്വേഡ് കൃത്യമായിട്ട് എൻ്റർ ചെയ്തു. ഇപ്പോൾ ആപ്പ് ലോക്ക് ഓപ്പണായി. ഇവിടെ ഞാനിപ്പോൾ സെർച്ച് ബാറിൽ ഗാലറി എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഗാലറിയും ഒന്ന് നമുക്കൊന്ന് ലോക്ക് ചെയ്യാം. ഇവിടെ ലോക്കിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ ബ്ലാക്ക് സ്ക്രീൻ തന്നെയാണ്, ഞാനിതൊന്നും മാറ്റുന്നില്ല. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വരികയാണ്. എന്നിട്ട് നമുക്കൊന്ന് ഗാലറി ഒന്ന് തുറന്നു നോക്കാം. ഗാലറി ഇതാ ഇവിടെ കാണാം. ഗാലറി ഒന്ന് തുറക്കുമ്പോൾ
അത് മൊത്തത്തിൽ ബ്ലാക്ക് സ്ക്രീനാണ്. ആ ഗാലറിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നമ്മൾ സൂക്ഷിച്ചത് എന്ന് ഒരാൾക്കും കണ്ടുപിടിക്കാനേ സാധിക്കില്ല. അങ്ങനെ നമ്മളിപ്പോൾ വീണ്ടും അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും വർക്കാകില്ല. കൃത്യമായിട്ട് ആ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് വർക്കാകും. ഓക്കെ, അങ്ങനെ നമുക്ക് രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട എന്ത് കാര്യവും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് ഹൈഡ് ചെയ്ത് രഹസ്യമായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.